നമുക്ക് എപ്പോഴും വരുന്ന ഡൗട്ടാണ് ഡാൻഡ്രഫിനെ കുറിച്ച്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചെറിയ കുട്ടികളിലൊക്കെ റെയർ ആയിട്ടാണ് ഈ ഡാൻഡ്രഫ് വരാറുള്ളൂ. പക്ഷേ ഒരു കൗമാരപ്രായമൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് ഡാൻഡ്രഫ് വന്നു തുടങ്ങും. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഒരുപാട് നമ്മുടെ ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ, ഒരുപാട് വിയർക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതുപോലെ ഒരുപാട് ഈ കെമിക്കൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നവർ, ചില ഹെയർ ഡ്രയറുകൾ യൂസ് ചെയ്യുന്നവർ, ഹെയർ ജെല്ലുകൾ യൂസ് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ തന്നെയായിരിക്കും കൂടുതലായിട്ട് ഈ ഡാൻഡ്രഫ് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയും, നമ്മുടെ ഭൂമിക വേദിക്സിൻ്റെ ഹെയർ ഓയിൽ നിങ്ങൾ ഒരു മാസം കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡാൻഡ്രഫ് നമുക്ക് നന്നായിട്ട് തന്നെ മാറി കിട്ടും. അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങളൊരു ചീപ്പ് എടുത്തിട്ട് ഈ ഒരു ഡാൻഡ്രഫ് ഉള്ളത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഹെയർ ഓയിൽ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്തിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്യുക. ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർ ഓയിൽ തലയിലിരിക്കാതെ അത് നിങ്ങൾ ഷാമ്പു ഉപയോഗിച്ച് തന്നെ വാഷ് ചെയ്ത് കളയുക. പക്ഷേ ഷാമ്പു നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കെമിക്കൽസ് ഒന്നും അടങ്ങിയിരിക്കുന്ന ഷാമ്പൂസ് നിങ്ങൾ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുക. നമുക്ക് തന്നെ ഷാമ്പൂസ് ഉണ്ട്, നമ്മളത് പച്ചമരുന്നുകളോട് നമ്മൾ തയ്യാറാക്കുന്നതാണ്. അതിൻ്റെ അകത്ത് വളരെ കുറവ് മാത്രം കെമിക്കൽസ് ആണ്. ഈ പത വരാൻ വേണ്ടിയിട്ടൊക്കെയുള്ള കെമിക്കൽസ് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഷാമ്പൂസ് നിങ്ങൾ തിരഞ്ഞെടുക്കാം. പിന്നെ സ്ട്രെസ് ഒക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ യൂസ് ചെയ്യുന്ന ചീപ്പ്, പില്ലോ കവർ, അതുപോലെ നിങ്ങളുടെ ടർക്കി, ഇതെല്ലാം നല്ല ചൂടുവെള്ളത്തിലിട്ടിട്ട് ആഴ്ചയിൽ ഒരിക്കൽ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാൻഡ്രഫ് നല്ല രീതിയിൽ തന്നെ മാറിക്കിട്ടും കേട്ടോ.